വസുധ സെപ്റ്റംബർ 9 മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് നമ്മുടെ കൗമുദി ടിവിയിൽ. അല്ല റോസേ, റോസ് വരൂലെന്ന് പറഞ്ഞു. അപ്പം ഞാനവനോട് കാര്യമൊക്കെ പറഞ്ഞു, പൈസ അങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്നൊരു അറിയിപ്പില്ലാതെ റോസ് എന്താ ഇങ്ങോട്ട് വന്നത് രാവിലെയും വിളിക്കാതെയൊക്കെ വന്നതേ ഇങ്ങനെ മുങ്ങുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആരെ അറിയിക്കാൻ ഇങ്ങ് വന്നത്. പിന്നെ ക്ലീറ്റോണ്ണ പറഞ്ഞപ്പോൾ വരണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചതാ. പിന്നെ ഊണിങ്ങി വരുമല്ലോ ക്ലീറ്റോണ്ണ. ഇനി ദിവസം ഉണ്ടല്ലോ. ദിവസം ഉണ്ട്. ഇപ്പൊ പോയാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഇങ്ങനെ ഞാൻ കൊണ്ടുപോകും. റോസ്മേരി, ഞാൻ നിന്റെ കൂടെ കൊടങ്ങാളെ വീട്ടിൽ വന്നിട്ട് കിഴക്കോട്ട് വായം വളർന്നിരുന്ന പൈസ കിട്ടുമോ? ഓണത്തിന് പൈസ ചെലവാക്കണേ, എനിക്ക് ഇവിടെ നിന്ന് ചെയ്യാനുള്ള പണി ചെയ്ത് തീർക്കണം. ഓണത്തിന് എപ്പോ വരാന്നേ വിചാരിക്കുന്നേ? മാവേലി ആയിട്ട് ആ സമയത്ത് അങ്ങോട്ട് കയറി വരാമെന്നോ? അവൻ വരും. ക്ലീറ്റോണ്ണ പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇങ്ങനെയുള്ള ആവശ്യത്തിന് പൈസയൊക്കെ ഉള്ളവരാ. ആ പൈസ എടുത്തോണ്ട് വരാൻ നോക്ക്. ഏത് പൈസ? എന്റെ എങ്ങനെ പൈസ വരും റോസു? നീ ചോദിക്കുമ്പോൾ നിന്റെ ഗൂഗിൾ പേക്കകത്ത് ശരിയും പോകുമ്പോഴെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇട്ട് തന്നാലല്ലേ ഉള്ളൂ. 500 ചോദിക്കുമ്പോൾ 500, 1000 ചോദിക്കുമ്പോൾ 1000, 2000 എത്ര ഒന്ന് കയറി അങ്ങ് പോന്നല്ലോ. 500 ചോദിക്കുമ്പോൾ 100 ഇട്ട് തരും. 100 ചോദിച്ചാൽ 50 ഇട്ട് തരും. അതിനപ്പുറത്തേക്ക് പോകാത്തോണ്ട് വേറെ പൈസ ഇടത്തില്ല. ഇങ്ങനെ പറഞ്ഞല്ലോ കുറച്ച് പൈസയൊക്കെ ക്ലീറ്റോണാന്റെ കൈ കൊടുത്തിട്ടുണ്ടോ, അത് പഠിച്ചോണ്ട് പോവാ. അത് പാർട്ടി ഫണ്ടാ റോസു. പാർട്ടി ഫണ്ട് എനിക്കും ഉണ്ട്, ഓണ ഫണ്ട്. അത് കൃത്യമായിട്ട് ഓണത്തിന് കിട്ടും. അതുപോലത്തെ ഫണ്ട് അല്ല റോസ ഇത് നമ്മുടെ പാർട്ടിയിലേക്ക് ഇവന്റെ പേരിൽ അവിടെ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ട്. അത് കാലാകാലം ഇവന്റെ പേരിൽ അവിടെ കിടക്കും. നമുക്ക് എടുക്കാനും ഒക്കില്ല. എന്നാ ആ ഫണ്ടായിട്ട് അവിടെ കിടക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരെയാന്ന് വെച്ചാൽ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്, പാർട്ടി ഓഫീസിൽ നിന്ന് പൈസ എടുത്തു തരാൻ പറ. റോസ അതാ അങ്ങനത്തെ നല്ലത്. ഏയ് ഇതല്ല. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നീയേ ആ മധുവിന്റെ കടയിൽ കൊണ്ടുപോയി റോസിന് നല്ല ചൂട് പൊറോട്ട, അല്ല മുരുമരായിരിക്കണ പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചു കൊടുത്തിട്ട് റോസിനെ ബസ്സിയേറ്റ് വിടും. അവിടേക്ക് പറഞ്ഞോട്ടെ. ചൂട് മുരുമരാന്നുള്ള മുട്ടക്കറി പൊറോട്ടയല്ലേ, പൊറോട്ടയും തിന്നിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ബസ്സിൽ കയറി അങ്ങ് പോവും. എന്റെ മോന്റെ കൂടും കുടുക്കയൊക്കെ എടുത്തോണ്ട് വാ, നമുക്ക് പാ. പറയുന്ന മനസ്സിലാക്കി ചക്കരി. എനിക്കിപ്പോ പണി കിടക്കുന്നുണ്ട്, വരാൻ പറ്റത്തില്ല. ഒരു പണിയും വേണ്ട, നിങ്ങൾ ഇപ്പൊ എന്റെ കൂടെ വന്നേ പറ്റൂ. അല്ല റോസേ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവിടെ കുറെ വണ്ടിയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം പണി തീർത്ത് കൊടുത്ത് ആ പൈസയും കൂടെ മേടിച്ചിട്ട് ഇവൻ അങ്ങ് വരും. അതുപോലെ തങ്കച്ചേട്ടത്തി ഇവിടെ ഇല്ലാത്തപ്പോ അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുമോ? അയ്യോ, എവിടെ പോയി തങ്ക ചേച്ചി? അത് നമ്മുടെ അമ്മായില്ലേ, ഗിരിജമ്മായി വീണ്ടും കാലൊന്ന് വിളിക്കുകയെ. അപ്പൊ അവൾ അവിടെ പോയി നിൽക്കുക ഒന്ന് സംരക്ഷിക്കാനായി. എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. ഇനി അടുത്ത പ്രാവശ്യം വീഴുമ്പോ പറയാം. തങ്കച്ചേട്ടത്തി ഇങ്ങോട്ട് വരുന്നു, ഞാൻ വരുന്നു, നമ്മൾ ഓണം ആഘോഷിക്കുന്നു. അതൊന്നും ശരിയാവത്തില്ല. പിള്ളേർ അപ്പനെ മറന്നു ക്ലീറ്റോണ്ണ. അപ്പനെ മറന്നു? ഇന്നലെ കൂടെ അളവനെ ഞാൻ വീഡിയോ കോൾ ചെയ്തില്ലയോ? വീഡിയോ കോൾ വിളിച്ചപ്പോ ചെറുക്ക എന്നോട് പറഞ്ഞ എന്തോന്നറിയോ? അപ്പനെ പോലെ ഇരിക്കുന്ന ഒരാള് വിളിക്കുന്ന അമ്മച്ചീന്ന്. മറന്ന് കുഴപ്പമില്ല. ഇനിയിപ്പോ ഓണത്തിന് കുറച്ച് ദിവസം അവിടെയൊക്കെ നിന്ന് നിങ്ങൾ എല്ലാരെയും കൂടെ ആയിട്ട് കറക്കമൊക്കെ കറങ്ങി വരാം. അത്രേ ഉള്ളൂ ഞാനും പറഞ്ഞത്. ഇപ്പോഴേ വന്ന ഓണത്തിന് അവിടെ നിന്ന് കറങ്ങിയിട്ട് ഇങ്ങ് വരാം, ബാക്കി പണി ഇവിടെ തീർക്കാം. പിന്നെ എനിക്ക് ചോദിക്കുമ്പോ പൈസ തരാൻ പറ്റുമല്ലോ മാ. അല്ല എന്താ അറിയാം റോസ്, ഞാൻ പറയാം ഇവന് കുറെ ഉത്തരവാദിത്തങ്ങൾ ഞാനും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം തീർക്കാതെ ഇവന് എങ്ങനെ? അതൊന്നും കൃത്യമായിട്ട് ചെയ്യത്തില്ല. ഇതാകുമ്പോ എന്റെ കൂടെങ്കിലും വരട്ടെ. എനിക്ക് ഇവിടെ ഇപ്പൊ ചാടിപ്പെട്ട് വരാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ ബന്ധങ്ങൾ ഞാൻ ഇവിടെ ഇങ്ങനെ പെട്ടുകിടക്കുക. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് അപ്പുറം വേറെ വല്ല ബന്ധം നിങ്ങൾക്കുണ്ടോ? ഇവിടെ ഉണ്ടോ? അതിൽ വല്ല പിള്ളേരും ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെന്തുവാ വിട്ടു വരാൻ പറ്റാത്ത ബന്ധം? എന്തുവാ എന്തിരിക്കുന്നു? എന്തായാലും ഇങ്ങനെ കൊണ്ട് ഞാനൊന്ന് ക്ലീറ്ററിനെ ഒന്നും പറയണ്ട. അല്ല, അവരകത്തോട്ട് പോയിട്ട് കുറെ നേരമായി. അവിടത്തെ ഒരു വിവരവും അറിയുന്നില്ല. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അമ്മ അവിടെ ഇരിക്കമ്മ. അല്ല, എനിക്ക് അതല്ലടാ വെപ്രാളം. ഇനി ഞാനാണിത് പറഞ്ഞ് അവളെ പിരിപ്പിച്ചതെന്നെങ്ങാനും പറഞ്ഞാൽ എന്തോ ചെയ്യും? ക്ലീറ്റസ് എന്നെ വെറുതെ വിടും. അമ്മ നമ്മളിത് ആർക്ക് വേണ്ടിയാ പറഞ്ഞത്? നല്ല കാര്യം പറഞ്ഞ ആർക്ക് മനസ്സിലാവത്തില്ല. അവക്കും അവരുടെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ ഇത്? ഇവിടെ എത്ര നാളിങ്ങനെ നിൽക്കാൻ അവർ പിടിച്ചു. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ നല്ല കാര്യം.
സുഖാണോ അമ്മ? സുഖം. പിന്നെ നിന്നെ വിളിച്ചു വരുത്തിയത് ഞാനാണെന്ന് നീ ആരുടെങ്കിലും പറഞ്ഞാ? ഞാൻ പറഞ്ഞിട്ടില്ല അമ്മ. പറയല്ലേ. ക്ലീറ്റോ അച്ഛന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതല്ലേ. നിനക്കറിയാലോ, അവൻ എന്നെ ഇവിടെ കെടുത്തി പൊടിപ്പിക്കൂല. ഞാൻ പറയത്തില്ലമ്മ. അല്ലമ്മ, കനാണ് എന്താ എന്നെ കണ്ടപ്പോ അങ്ങ് പോയേ? അയ്യോ, അവന് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ലേ? ആണോ? പിന്നെ നീ പോകുമ്പോഴേ അവനിവിടെ നിർത്തിയിട്ട് പോകരുത്. പിടിച്ചെവിടെയല്ലേ കൂട്ടിക്കൊണ്ട് പോകണം. അത്രേ ഉള്ളമ്മ. ഞാനിവിടെ വന്നപ്പോ തന്നെ എന്നെ പുകച്ച് ചാടിക്കാനുള്ള പരിപാടിയൊക്കെ ഇട്ടതല്ലയോ? കിട്ടാ അവർ രണ്ടുപേരും കൂടെ. ഞാൻ ആരാ മോള്? ഞാൻ പോവരുത്. നീ പോകുമ്പോ കൂടെ കൊണ്ടുപോയിക്കോളണം. കണ്ടേ, രാഷ്ട്രീയം കളിച്ച് കിടക്കാനാ രണ്ടുപേരും കൂടെ ഇവിടെ ഒത്തുചേർന്നു. റൊണാൾഡോനെ കിട്ടത്തില്ലേ ചാപ്പാട്? അവന് ഭാര്യ മക്കളുണ്ടെന്നുള്ള വളരെ ചിന്ത ഉണ്ടെങ്കിൽ അവൻ ഇതും കേട്ടോണ്ട് ഇവിടെ നിൽക്കോ? ഇവന്റെ വാക്കും കേട്ടോ? അങ്ങനെ പറയമ്മേ. അമ്മേ, എനിക്ക് എന്തോരം കല്യാണാലോചനകൾ വന്നതാണെന്നറിയാവോ? ഒറ്റ വാശി നിൽക്കുമായിരുന്നു, ഇതേ നടക്കത്തുള്ളെന്നും പറഞ്ഞോണ്ട്. അവനാ? അല്ലമ്മേ, ഞാനേ. അപ്പം മോൾ അനുഭവിക്കണം. മോൾ അനുഭവിച്ചേ തീരൂ മക്കള്. അനുഭവിക്കണം. മോള് കൊണ്ടുവന്ന് അനുഭവിച്ചു. അല്ല ഞാൻ ഇനിയിപ്പോൾ എന്തോ പറയാനാ മക്കളെ? ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് മാറി പോകേണ്ടതുണ്ട്, വരുമല്ലോ വരുമല്ലോ ദുരിതങ്ങളെന്നും. നീ എന്ത് ഇവിടെ വന്ന് അന്തം വിട്ട് കുന്തം മെഴുകിയിരിക്കണം? എന്ത് തീരുമാനിച്ച്? എന്തോ തീരുമാനിക്കാനാ പറ്റും? നമ്മൾ രണ്ടുപേരും മാറിയും തിരിഞ്ഞ് അവളെ ഗുണദോഷിച്ചിട്ട് അവൾ അവിടെ വാശിക്കാത്ത തന്നെ എന്നെ കൊണ്ട് പോണം പോണം പോണം, ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞ് നിൽക്കും. എനിക്കറിയാം. ഇതൊരു പരിധി വരെ നിന്റെ പിടിപ്പുകേടാണ് റൊണാൾഡോ. ഞാൻ തോയത് ഭാര്യമാരെ നമ്മുടെ പിടിവെളിയിൽ നിർത്താൻ പഠിക്കണം. തങ്കമായിട്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇപ്പം ഞാൻ ഒന്ന് മൂളിയെ തന്നെ അവളങ്ങ് വീടത്തിയാണ്. എന്നിട്ടാണോ പോകണ്ടെന്ന് പറഞ്ഞ ഒറ്റക്കാലം ചെയ്തിട്ട് അമ്മായി പരിചരിക്കാൻ തങ്കഞ്ചേട്ടത്തിൽ പോയത്? അതെന്ന് പറഞ്ഞാൽ ഒരാളെ പരിചരിക്കാൻ പോയത്. അത് ഞാൻ പിന്നെ ഇവിടുത്തെ സാഹചര്യങ്ങളും വെച്ച് നോക്കി, അവിടുത്തെ സാഹചര്യങ്ങളും വെച്ച് നോക്കിയപ്പോൾ പോയില്ലെങ്കിൽ അമ്മാവന് കുറവുണ്ടാവും. അപ്പം അതുകൊണ്ട് പിന്നെ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചിട്ട് പോയതാണ്. സമ്മതമല്ല, തോറ്റു കൊടുത്തെന്ന് പറഞ്ഞാൽ കുന്തം എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞാൽ മറ്റേ ഞാനിവിടെ കിടന്ന് ടെൻഷൻ അടിച്ച് പ്രഷർ കൂടി ശ്വാസം മുട്ടി ചാവുന്ന മറ്റമ്മി കണ്ടോണ്ടിരിക്കുമല്ലേ. അപ്പം ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. നീ തൽക്കാലം അവളെ കൂടെ അങ്ങോട്ട് പോവുക കൊടുങ്ങാവിളയ്ക്ക്. അച്ചമ്പി പറയണ കേക്ക്. കൊടുങ്ങാവിള പോയി 2 ദിവസം നീ അവളെ കൂടെ നിന്ന് കഴിയുമ്പോൾ 3 അവൾ തന്നെ നിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ അവൾ ബസ് കയറ്റി വിട്ടോളൂ. അച്ചമ്പി, എനിക്ക് എൻ്റെ ഈ മുഖം വെച്ചോണ്ട് കൊടങ്ങാവളെ കാലുകുത്താൻ പറ്റത്തില്ല. അത് ഞാൻ പറയാതിരിക്കരുത്. നീ ഈ മുഖം വയ്ക്കണ്ട. നീ ഈ താടിയൊക്കെ ഉണ്ടല്ലോ വൃത്തിയിടാൻ എല്ലാം ഒന്ന് ഷേവ് ചെയ്ത് മീശയൊക്കെ ഒന്ന് വെട്ടി ചുരുക്കി മുടിയെല്ലാം വെട്ടി വൃത്തിയായിട്ട് പോ. 2 ദിവസത്തിനകത്ത് നിന്നെ അവിടെ ആരും തിരിച്ചറിയില്ല. എന്തോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? അച്ചമ്പി, എനിക്ക് കൊടങ്ങാവളെ ചെന്നിറങ്ങാൻ പറ്റത്തില്ല. ഒരുപാട് പൗലോസച്ചാന് പൈസ കൊടുക്കാണ്ട്, സൈക്കിളുടെ പൈസ കൊടുക്കാണ്ട്, ഓണത്തിന്റെ കബഡി കളിയുടെ പിരിവിന്റെ പൈസ എൻ്റെ കിടക്കുക. അതെടുത്ത് മറിച്ചിട്ട് ഞാൻ വർഷോപ്പിന്റെ വാടക കൊടുത്ത്. ഇതില്ലാതെ അവിടെ കുത്തി അമ്മ എന്നെ പഞ്ഞിക്കിടും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ ഇപ്പം ചെന്ന് ഈ പ്രാവശ്യം കൂടെ ആ പിരിവിൻ്റെ കൂടെ കാര്യമായിട്ട് കൂടിയിട്ട് ആ കബഡി കളിയിൽ അവർ ആ പിരിവിൽ കൂടി നിനക്ക് തീർക്കാനുള്ള കടവും കൂടെ അതിന് തീർത്തിട്ട് വരാം. അയ്യോ അയ്യോ, പിന്നല്ലാതെ മുട്ടാത്തർക്കം പറയാതെ മറ്റും പിന്നെ ഇവിടെ കേൾക്കണ്ടേ? നിന്റെ ഭാര്യ അനുസരണയില്ലാത്ത അടുത്തൊക്കെ എങ്ങനെ പറയാൻ പറ്റും? എൻ്റെ സഹോദരനെ ഉണ്ടല്ലോ എപ്പം ചവിട്ടിക്കുട്ടിയെ അടുപ്പിട്ടനെ. ആരായാലും ലില്ലി വഴി ഒന്ന് അപ്രോച്ച് ചെയ്താലോ? എങ്ങനെ? ലില്ലിയെ കൊണ്ട് പറയിപ്പിച്ചാലോ? എനിക്കിവിടെ വരാൻ പറ്റാത്ത സാഹചര്യം ആ ചേട്ടത്തിൽ തൽക്കാലം റോസ് ചേച്ചി പോകുന്നു പറഞ്ഞ് അങ്ങനെയൊന്ന് പെണ്ണുങ്ങളോട് പറയുമ്പം പെണ്ണിൻ്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കണമെങ്കിൽ ലില്ലിയേക്കാളും നല്ലത് തങ്കമാണ്. തങ്കത്തിനോട് റോസിന് കുറച്ചുകൂടെ ഒരു അടുപ്പവും ഇഷ്ടമൊക്കെ ഉണ്ട്. തങ്കം വന്ന് തങ്കത്തിനെ കൊണ്ട് പറയിപ്പിക്കണല്ലേ നല്ലത്. തങ്കം ചേട്ടത്തി കൂടിയില്ലല്ലോ. തങ്കം വരണവരെ നീ അവളെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഇവിടെ നിർത്താൻ നോക്ക്. അവളോടുള്ള ഓരോ നിമിഷവും തീഹാർ ജയിലിൽ കിടക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെക്കാട്ടിലും ഭീകരം. അവളും ഇതൊക്കെ തന്നെ പറയണത്. ജീവിതം നായ നക്കിയ പോലെ. കൊള്ളാവോ? അയ്യോ ലില്ലി, ഇത് എന്തൊരു ടേസ്റ്റാ ഇത്. ഇതെങ്ങനെ ഇതിങ്ങനെ ഉണ്ടാക്കുന്നേ? മാവ് കൊണ്ടുണ്ടാക്കും. അതെനിക്കറിയാം. എത്ര അരിയും ഉഴുന്നും ഒക്കെ ഇടും? അരി 2 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് ഉഴുന്നിടും. അങ്ങനെയാണോ വേണ്ടേ? അയ്യോ, ഞാൻ 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് ഉഴുന്നങ്ങ് ഇടും. അയ്യോ, അപ്പൊ ഭയങ്കര കട്ടിയായി പോകത്തില്ല. അതെ, ഞാൻ ഉണ്ടാക്കുന്ന ദോശക്ക് ഭയങ്കര കട്ടിയാ. ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആന്ന് ഇവിടെ എല്ലാരും പറയും. കൊള്ളാം, ഇത് കൊള്ളാം. ഞാൻ കയറി കഴിഞ്ഞാൽ അമ്മച്ചി അങ്ങ് വഴക്കാം. ദോശ ഇഡ്ഡലി എടുത്ത ഒരാളെ എറിഞ്ഞാൽ ചത്തു പോകുന്നൊക്കെയാ പറയുന്നത്. അതിന് റൊണാൾഡോ ചേച്ചൻ പറയുന്നത് റോസ് ചേച്ചി വീട്ടിലൊന്നും ഉണ്ടാക്കത്തില്ല, എല്ലാം പുറത്തുനിന്നാ വാങ്ങിക്കുന്നതെന്നാ.
എന്തോ ഇല്ലീ പറയുന്നേ? അല്ല പറയുന്ന കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തോ അയച്ചു തരുമെന്നാ പറയുന്നേ? അല്ല അയക്കുന്ന പൈസ മൊത്തം ഞങ്ങൾ ചോദിക്കും ഇന്ന് 2000 രൂപ അയച്ചു, അടുത്ത ആഴ്ച ചോദിക്കും പറയും ഇന്ന് 1000 അയച്ചു. അയ്യോ ഈ പൈസ എല്ലാം എങ്ങനെ തിരുന്നെന്ന് പറയും. അവളെല്ലാം പുറം തീറ്റിയല്ലേടി എന്ന് പറയും. 2000 ചോദിക്കുമ്പോ 200 രൂപ അയച്ചു തരും. 1000 ചോദിച്ചാൽ 50 രൂപ അയക്കും. അങ്ങനെയൊന്നും പറയല്ലേ. ആ അത്രേ ഉള്ളൂ. നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. എനിക്കൊന്നും അങ്ങനെ പൈസ ഒന്നും അയച്ചു തരുന്നില്ല. അതിനെല്ലാം ആ കൊടങ്ങാവിളയുടെ വീട്ടിൽ വന്നൊന്ന് നോക്കണം. തറയൊക്കെ കിടക്കുന്നതാണ്, നല്ല മിനുമിനാന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും തേച്ച് ഞാൻ ആ വീട്ടിലെ സകല ജോലിയും ചെയ്യും. അമ്മച്ചിക്ക് വയ്യാത്തല്ലേ, അമ്മച്ചിയെ കൊണ്ട് ഒന്നും ചെയ്യിക്കത്തില്ലേ. കുഞ്ഞമ്മച്ചോട് ചോദിക്കുമ്പോ കുഞ്ഞമ്മച്ചി പറയുമെന്ന് ഇരിക്കാൻ നേരമില്ലെന്ന്, എപ്പോഴും പണിയാന്ന് പറയും. ലിലിക്കൊരു കാര്യം അറിയാം, ഇന്ന് വരെ ഞാൻ കല്യാണം കഴിച്ച ആ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് വരെ സത്യസന്ധമായ ഒരു വാക്ക് ആ അമ്മച്ചിയുടെ നാക്കിന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഇന്നങ്ങ് പോകും കേട്ടോ. ഇന്ന് പോവാ? അയ്യോ റൊണാൾഡോ ചേച്ചി സമ്മതിച്ചാ പോവാൻ? സമ്മതിച്ചൊന്നുമില്ല, ഞാൻ സമ്മതിപ്പിക്കുമല്ലോ, ഞാൻ കൊണ്ടുപോകും. അല്ല റൊണാൾഡോ ചേച്ചിനെ കൊണ്ടാണോ പോണത്? പിന്നല്ലാതെ ഞാൻ പിന്നെ എന്തിനാ വന്നത്, ഞാൻ കൊണ്ടുപോകും. അയ്യോ അത് വേണ്ട, ഇവിടെ നിക്കട്ടെ. അല്ല ഒന്ന് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടേക്ക്, ഇവിടെ നിക്കട്ടെ. ഇതെന്താ കാഴ്ചമംഗാവിലെ സിംഹോ കൊണ്ടുപോയിട്ടെങ്കിൽ പെട്ടെന്ന് വിടാനെന്ന് കൂടൊഴിഞ്ഞു കിടക്കുന്നെന്ന്. അതൊന്നും പറ്റത്തില്ല, ഞാൻ കൊണ്ടുപോകും. ഞാൻ അവിടെ ലില്ലി എടുത്ത് ഇരിക്കുവായിരുന്നു. ചേച്ചൻ വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ലേ? രാവിലെ കാപ്പി കുടിച്ചു. എനിക്ക് വിശക്കുന്നു, എന്നാൽ എന്തെങ്കിലും പോയി കഴിക്കാമോ? എവിടെയെങ്കിലും കടയിൽ നിന്ന് പോയി കഴിക്കാം. അത് ക്ലീറ്റമച്ചമ്മ പുറത്തോട്ട് പോയിട്ടുണ്ട്, അപ്പൊ എന്തെങ്കിലും കൊണ്ടുവരുമായിരിക്കും. മേടിച്ചോണ്ട് വരുമായിരിക്കും. മേടിച്ചോണ്ട് വരും. വിളിച്ച് ചോദിക്കണോ? വേണ്ട, കൊണ്ടുവരും. എല്ലാം പാക്ക് ചെയ്യാം, നമുക്ക് പോകണ്ടേ? അത് പോവാ നമുക്ക് പോവാം. പിന്നെന്താ താമസം എന്തോ? റോസ്മേരി, നീ പറയുന്ന പോലെ എനിക്ക് ചാടി പിടിച്ച് നിന്നോട് വരാൻ പറ്റത്തില്ല പൊന്നെ. നീ ഒന്ന് മനസ്സിലാക്ക്. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ 10 ബുള്ളറ്റിന്റെ പണി കനകമ്മച്ചമ്മ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പൈസ അങ്ങോട്ട് പിരിഞ്ഞ് അന്നേരം ചെക്ക് തരും. നമുക്ക് ഓണത്തിന് പൈസ വേണ്ടായോ? അച്ചാച്ച ഒരു കാര്യം മനസ്സിലാക്കണം, പൈസ മാത്രം പോരാ. അച്ചാച്ചൻ എത്ര നാളായി അങ്ങോട്ട് വന്നിട്ടെന്ന് അറിയാവോ? കബഡി മത്സരത്തിനൊന്നും തലേന്ന് വന്നില്ലേ? അതെന്താ മത്സരം കഴിഞ്ഞപ്പോ ഇങ്ങനെ പോകുന്നില്ലേ? ഞാനും ഒരു ഭാര്യയും പെണ്ണുമൊക്കെയാ, എനിക്കും ഉണ്ട് ആഗ്രഹങ്ങൾ. എന്ത് പോടുന്നു നിങ്ങളുടെ കൂടെ ഒന്ന് ബീച്ചിൽ പോകണമെന്നും ഒന്ന് പാർക്കിൽ പോകണമെന്നും ഒരു സിനിമ കാണണമെന്നും ഏതെങ്കിലും കടയിൽ കയറി ഒരു ചുരിദാർ മേടിക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതെല്ലാം എല്ലാ ഭാര്യമാർക്കുള്ള ആഗ്രഹമാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ സിനിമയും കണ്ട് ബീച്ചിലും പോയി കപ്പലണ്ടിയും മേടിച്ച് വെളിയിൽ നിന്ന് ഫുഡും കഴിക്കണമെങ്കിൽ എത്ര രൂപ വേണം? എത്ര രൂപ വേണം? നിനക്ക് നിന്റെ പിള്ളേരും ഞാനോട് ആകുമ്പോൾ 10,000 രൂപ വേണോ? 3000 രൂപ പറ്റുകടയിലെ പൈസ തീർത്തൂടെ? എന്നാ വെച്ചാൽ അങ്ങനെ നമുക്കങ്ങ് ജീവിക്കാൻ പറ്റും? പൈസ മാത്രം മതി? ഈ പറ്റു തിന്നുന്നതും അത് മാത്രം മതിയോ? നമുക്കൊന്ന് പുറത്തു പോകാം, അതൊന്നും വേണ്ട അല്ലേ? അത് വേണം, അത് നമുക്ക് ഓണത്തിന് പോവല്ലോ. ആ ഓണത്തിന് പോവാം. ഞാൻ പിന്നെ നമ്മുടെ ആ കുഞ്ഞുഞ്ഞാച്ചാനില്ലയോ, പുള്ളി വയ്യാതെ കിടക്കുമല്ലയോ, അങ്ങനെ ഒന്നും കാണാൻ പോകണ്ടായോ? എന്തുവാ കുഞ്ഞുഞ്ഞാച്ചാച്ചനെ കാണാൻ. കുഞ്ഞുഞ്ഞാച്ചാച്ച വയ്യാതെ കിടക്കുമ്പോ അന്ത്യകുദാശിക്ക് 2000 രൂപ നിനക്ക് അയച്ചു തന്നെ. ഒച്ചതാത്ത് സംസാരിക്കേ. 2000 രൂപ അയച്ചു തന്നെ. ആ അയച്ചു തന്നെ അതിനാ. പക്ഷെ പൈസ എന്തേന്നോ, ഒരു നല്ല ചുരിദാർ എനിക്ക് ഉണ്ടായിരുന്നു. അവരെല്ലാം അമേരിക്കക്കാരും ലണ്ടൻകാരും ഒക്കെയാ. അവരുടെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ കീറി പറഞ്ഞ് ഉടുപ്പിട്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത്. 1000 രൂപയ്ക്ക് നല്ലൊരു ചുരിദാറും മേടിച്ച് 2 പിള്ളേർക്ക് 800 രൂപയായി ഒരു പാൻറ് ഷർട്ടും 2 പേർ കൂടെ മേടിച്ചപ്പോഴത്തേക്ക്. പിന്നെ ബാക്കി 200 രൂപ ഉണ്ടായിരുന്നു. ഓട്ടോ കൂലിയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അതങ്ങ് തീർന്നു. റോസ്മേരി, നിന്റെ ഭർത്താവ് സാധാ മൈക്കുമക്കാനായ 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള റൊണാൾഡോ ആണ്, അല്ലാതെ അംബാനിയുടെ മോനല്ല. അപ്പൊ ചിന്തിക്കുമ്പോ താഴെ നിന്ന് ചിന്തിക്കും. അയ്യോ പെണ്ണുമ്പോൾ 1000 രൂപയുടെ ഒരു ചുരിദാർ മേടിച്ചാണോ ഇത്ര വലിയ കണക്ക്? അംബാനിയുടെ ഭാര്യയൊക്കെ കോടികളാ മുടക്കുന്നത്. 1000 രൂപയുടെ ചുരിദാറിന് കണക്ക് പറയുന്നു. അത് തന്നെയല്ല, അന്നക്കുട്ടിയുടെ മോള് പ്രസവിച്ച് കിടക്കുന്നു, പെങ്കൊച്ച്. അതിനൊരു കുഞ്ഞു മോതിരെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുക്കണ്ടായോ? ഞാനൊറ്റയ്ക്ക് എന്നെ കൊണ്ട് കൂട്ടിയെ കൂടത്തില്ല ചാച്ചാ, നിങ്ങൾ വന്നേ പറ്റത്തുള്ളൂ. പിന്നെ അത് തന്നെയല്ല, അയൽക്കൂട്ടത്തിലെ കുറെ അവളുമാരൊക്കെ പറയുവാ നിങ്ങൾ ഡിവോഴ്സായി, നിങ്ങൾ ഇവിടെ ഒന്ന് വേറെ കല്യാണം കഴിച്ചെന്നൊക്കെ. ആ സരളേൻ്റെ രമണി എല്ലാരും പറഞ്ഞു. ഞാനങ്ങനെ എൻ്റെ വല്ല തെളിവുണ്ടോ? അവര് ചോദിക്കത്തില്ലേ വർഷം 1 അങ്ങോട്ട് വന്നിട്ട്? അവര് പറയുന്നതിന് വല്ല ഇതുണ്ടോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്നോട് വന്നേ പറ്റത്തുള്ളൂ. അത് വരാ, തങ്കച്ചേട്ടത്തി വരട്ടെ, അത് വരുന്ന ആലോചനയുണ്ടല്ലോ, വരും. എനിക്ക് അവളുമാരുടെ മുന്നേ നിങ്ങളുടെ കയ്യെ പിടിച്ച് അവിടെയൊക്കെ നടക്കണം. അതിനിപ്പോ ഞാൻ വരണമെന്നില്ല റോസു. അവളുമാർ മുമ്പിച്ച് റൊണാൾഡോ ചാച്ചാന്ന് പറഞ്ഞോണ്ട് ഫോൺ ചെയ്തോണ്ട് അവർക്ക് മനസ്സിലല്ലേ കെട്ടുവനെ വിളിക്കുന്നതെന്ന്. അവളുമാര് പറയും ഞാൻ എൻ്റെ കള്ളക്കാമോനെ വിളിക്കുവന്നു റൊണാൾഡോ എന്നും പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ ചാച്ചാ നാട്ടില്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ചാച്ചൻ വന്നേ പറ്റത്തുള്ളൂ. മക്കൾക്ക് പറയണേ, കോഴിക്കോട് പോയി 2 ദിവസം കഴിഞ്ഞ് വരുന്നുണ്ടല്ലേ, അവിടുത്തെ വിഷമാവും കൊച്ചുങ്ങൾക്ക്. ഫോൺ എങ്ങനെ സൈലന്റ് ഇടുന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടണം കേട്ടാ.
വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കരുത്. എടേ 1-2 ദിവസം അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മള്. ഓ ഇവിടെ കിടന്ന് ബഹളമാണ്, നീ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു. പിന്നെ കാച്ചി എണ്ണ ഒരു കവറിൽ പൊതിച്ചിട്ട് ഞാൻ ദേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എടി 2 ദിവസത്തേക്ക് പണി എണ്ണയൊക്കെ തേക്കണതിന്. അവിടെ ഇരിക്കട്ടെ. അയ്യോ അതിരിക്കട്ടെ, അല്ല വെള്ളം മാറി കുളിക്കുന്നത് വല്ല ജലദോഷം വന്നാലേ അമ്മ ഉള്ള തൈലോ കറക്റ്റ് ആയിട്ട് ഇടണം. വെള്ളം ചൂടായി കൊടുക്കണേ കുളിക്കാനൊക്കെ. അതൊക്കെ അവളെ എനിക്ക് ശരിയാക്കി തരും. അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ വിളിക്കണേ. വിളിക്കാന്നേ. പച്ചമ്മി ഓ എവിടെ പോവാ? കോഴിക്കോട് പോകുന്നുണ്ട് ആ ഡ്യൂട്ടിയുടെ ആവശ്യമായിട്ട്. എന്ത് ഡ്യൂട്ടി? അതെ ഇവിടെ ഒരു കൊച്ചേ ഒരു 10-12 വയസ്സായ കൊച്ച് അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് വഴക്കൂട്ടി ഇറങ്ങി പൊക്കളഞ്ഞു. അവൻ കോഴിക്കോട് എത്തി പറഞ്ഞ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ അവനെ പൊക്കാൻ വേണ്ടി പോകണം എടുത്തുകൊണ്ടുവരാൻ. ഇപ്പോഴത്തെ പിള്ളേരെ ഒരക്ഷരം പറയാൻ പറ്റത്തില്ല, ഇവറ്റെല്ലാം ഇറങ്ങി പൊക്കളെ. കോഴിക്കോട്ട് പോയിട്ട് വരുമ്പോ അൽവ കൊണ്ടുവരണേ. അതിന് ഞാൻ വരുമ്പോ റോസ്മേരിയോടെ കാണോ? കാണും. ശരി ശരി വിളിക്കണേ ഓ എത്തിയിട്ട്. വിളിക്കാടി. നീ ഇതുവരെ അരുവ് കഴിച്ചിട്ടില്ലോ? കോഴിക്കോട്ടെ നല്ല അലുവേ. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല, എനിക്കറിയാം, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഡ്യൂട്ടിക്ക് ഒരാൾ പോകുമ്പോ ആ നമ്മ തെറ്റാണ് അമ്മ അലുവ കൊണ്ടുവരാൻ പറഞ്ഞേ? എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല. നിങ്ങൾ ഇതുവരെ എനിക്ക് അലുവ മേടിച്ചു തന്നിട്ടുണ്ടോ? അവിടെ കൊടങ്ങാടെ പള്ളി ആ പൈസ ഇപ്പോഴും കൊടുക്കണം. വഴക്കടിക്കല്ലേ, ചെല്ല്. എനിക്ക് അലുവ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അലുവേ. ഞാൻ ആലോചിച്ചിട്ടൊരൊറ്റ കൈ പ്രയോഗത്തിലുള്ള ബുദ്ധി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് മറ്റമ്മയുടെ സഹായം വേണം. നീ കാര്യം പറ, എന്തിനാണ് ഞാൻ കൂടെ നിൽക്കാം, നിന്റെ ആവശ്യം നടക്കട്ടെ. ഞാൻ RDPക്കാരുമായിട്ട് അടിയുണ്ടാക്കി അങ്ങനെ പോലീസ് എന്നെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ജയിലിലാക്കിയെന്ന് പറയണം. എന്നിട്ടൊരു 3-4 ദിവസത്തേക്ക് ഞാൻ പാർട്ടി ഓഫീസിൽ താമസിച്ചാൽ മതിയല്ലോ. അപ്പം എന്നെ കാണാതെ ഒരു അവൾ തിരിച്ചു. ബെസ്റ്റ്. അവൾ പറയാം അവളും കൂടെ ജയിലിൽ വരണമെന്ന് പറയും. നിന്റെ ഭാര്യയല്ലേ? അവളങ്ങനെ പറയും. വേറൊരു ഐഡിയ ഉണ്ട്. എന്ത്? ഇച്ചിരി വളഞ്ഞ വഴിയാണ്. നമ്മുടെ അമ്മയ്ക്ക് ഇടയ്ക്ക് ഉറക്കക്കുറവ് വന്നപ്പോൾ ഡോക്ടർ കൊടുത്ത ഗുളിക അവിടെ കാണണം. അതിപ്പോൾ കഴിപ്പില്ല, നിർത്തി. അമ്മ ഇപ്പോൾ കുഴപ്പമില്ലല്ലോ. അതിനൊരു 2 എണ്ണം നമുക്ക് ആഹാരത്തിൽ കലക്കി അങ്ങ് കൊടുക്കുക. 2 ദിവസം ഇവിടെ കിടക്കട്ടാ. ആനയെ മയക്കമുള്ള വെടി വെച്ച മയങ്ങാത്തവളാ അവള്. അവക്ക് അപാര മനഃശക്തി, അപാര തൊലിക്കെട്ടി. അവൾ അതിനകത്തൊന്നും വീഴത്തില്ല. അച്ഛമ്മയ്ക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. ഐഡിയ, ഞാൻ പപ്പയുടെ വീട്ടിൽ പോയി 2 ദിവസം നിന്നാലോ? എന്നെ കാണാൻ വരുമ്പോൾ തിരിച്ചു പോലും. എടേ പപ്പ ഒന്നാമത് അവിടെ എങ്ങും കാണില്ല. പപ്പ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ആളാണ്. മാത്രമല്ല ഇവള് നേരെ പാലായിൽ വരും. അവിടെ വന്നിട്ട് അവിടെ നാട്ടുകാരെ മുഴുവൻ അരച്ച് നാറ്റിക്കും. ഇനി എന്തിന് പാലായിലുള്ള ആളുകളും കൂടെ അറിയണം ഇവിടെ ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടെന്ന്? വേറെ എന്താ ഇപ്പോൾ ഒരു വഴി എന്നാണ് ഞാൻ ആലോചിക്കണേ. ഒരൊറ്റ ഈ പ്രയോഗമുണ്ട്. എന്താണ്? അച്ചമ്പിക്ക് നെഞ്ചരിപ്പൊന്ന് ആശുപത്രിയിലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ മറ്റേ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ അച്ഛമ്പി അങ്ങോട്ട് ഇപ്പോൾ ഒന്നാമത് തന്നെ മനുഷ്യന് ആവശ്യത്തിലധികം പ്രഷറും ടെൻഷനും ഉണ്ട്. അതൊന്നും വേണ്ട. നീ ഒരു കാര്യം, നീ അവളോടെ അങ്ങ് പോകും, പ്രശ്നം തീരുമല്ലോ. അങ്ങനെ പോകാൻ പറ്റത്തില്ല. പറ്റല്ലെങ്കിൽ പോയി ബാക്കിയുള്ള പോയി കഴിഞ്ഞാൽ അവളെന്നെ ലോക്കാക്കും. പിന്നെ ഓണം വരാതെ ഇങ്ങോട്ട് വിടൂല അവള്. എന്ത് പറഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളവന് സമാധാനം വേണ്ടടേ? ഇത് ചുമ്മാ ഈ കണ്ണ് മുമ്പ് കിടന്ന് എപ്പോഴും നിങ്ങൾ തമ്മിൽ ഇത് നീ പോവാ. മച്ചി ഓ എപ്പോ? ഓ ഉണ്ട് ഇവിടെ ഉണ്ട്, ഞാൻ ഉണ്ട്. ഓ വന്നാ മതി. അയ്യോ മോമ്പല്ലേ ഇവിടെ വന്നേക്കുന്നത്. മിസ് ചെയ്യലതാ പറയാ പറഞ്ഞുണ്ട്. ആര്? തങ്ങലേട്ടത്തിയ? ഓടാ നിന്റെ തള്ള കൊറോണ കുഞ്ഞമ്മച്ചി, കൊറോണിക്ക കുഞ്ഞമ്മച്ചി ഇങ്ങോട്ട് വരുന്നു. Audience.